നമ്മൾ പയറുകറി അതിനുണ്ടാക്കുന്നത്. അപ്പോൾ ഇച്ചിരി കടുക് കറിവേപ്പില ആവശ്യമായിട്ടുണ്ടല്ലോ. ഗ്രീൻ കറി ലീവ്സും ഗ്രീൻ കറി പ്ലാന്റ്സും നമുക്ക് കൊണ്ടുവരാനായിട്ട് സ്പെഷ്യൽ പെർമിഷൻ വേണം കേട്ടോ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ, അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്. അല്ലാണ്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇത് എങ്ങനെയോ ആക്സിഡൻറ്റിന് പറ്റിയതാണ്. ഇത് കണ്ടിട്ട് കറിവേപ്പ് കൊണ്ടുവന്ന് നല്ല മുട്ടൻ ഫൈൻ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദികളല്ല കേട്ടോ. എന്തോ ദൈവകൃപ കൊണ്ട് നമുക്ക് കുഴപ്പമില്ലാണ്ട് കിട്ടി. പക്ഷെ എല്ലാ പ്രാവശ്യവും കൊണ്ടുവരാറുണ്ട്. നമുക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു, നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ആളുടെ കമന്റ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ചെക്ക് ചെയ്തേക്കെന്ന് വെച്ചേ. പണ്ട് ദുബായിൽ നിന്ന് ഫിഷ് കൊണ്ടുവരാൻ ചെക്ക് ചെയ്ത്, അപ്പൊ ഫിഷ് കൊണ്ടുവന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതുപോലെ പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പം നമ്മൾ പുറത്തൊക്കെ നട്ട് വെക്കാനായിട്ട്, ഗാർഡനിലൊക്കെ നട്ട് വെക്കാനായിട്ട് നമ്മൾ പ്ലാന്റ്സ് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത് റൂൾ നമുക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യത്തും അവരുടേതായ സ്പെഷ്യൽ ഇതുണ്ട്. ഓർക്കുന്നുണ്ട് നമ്മുടെ നെയ്ബർ പാനിക്കായത്, ഏതോ ഒരു ചൈനീസ് എന്തോ സാധനം വീണ് അവരുടെ പറമ്പിൽ ചെടി മുളച്ചെന്ന് പറഞ്ഞ് അവർ പാനിക്കായിട്ട് വേരോടുകൂടി അതെല്ലാം വലിച്ചു അത് നശിപ്പിച്ച് കളഞ്ഞു. കാരണം ഇവർ വിചാരിക്കുന്നത് ചില പ്ലാന്റുകൾ ഇവരുടെ ഭൂമിയെ നശിപ്പിക്കും, അത് ക്രമാതീതമായിട്ട് വളർന്നു കഴിഞ്ഞാൽ അവരുടെ നല്ല ഹെർബ്സിനെ നല്ല ഇതിനെയൊക്കെ അത് നശിപ്പിക്കും എന്നുള്ളൊരു പേടി ഇവർക്കുണ്ട്. അതുകൊണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒത്തിരി ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം കറി ലീവ്സ് നമ്മൾ വീട്ടിലെ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞാലും ഇപ്പം ഫ്രഷ് ആയിട്ടുള്ളത് കൊണ്ടുവരാനോ അല്ലെങ്കിൽ പ്ലാന്റ്സ് കൊണ്ടുവരാനോ പെർമിഷൻ ഇല്ല കേട്ടോ. അതിന് നമുക്ക് സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ് വേണം. പക്ഷെ അതൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ആ കൊണ്ട സാധനം മാറ്റി കളഞ്ഞു കേട്ടോ. അതെ, അതൊന്നുമില്ല, അതെല്ലാം നമ്മൾ കളഞ്ഞു. വേണ്ട, എല്ലാം ഫുഡാക്കി കഴിച്ചു കഴിഞ്ഞു. നമ്മളെ ചക്കയുടെ ഉണ്ടാക്കി എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. പുട്ടുപൊടിയാണ് നമ്മൾ യൂസ് ചെയ്തത് ഇപ്രാവശ്യം. കാരണം എല്ലാ പ്രാവശ്യവും റവയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. ഇപ്രാവശ്യം പുട്ടുപൊടി യൂസ് ചെയ്തു. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ റവയും ചേർത്തു. പിന്നെ ഏലക്കയും ജീരകവും പൊടിച്ചെന്തായാലും നമ്മൾ ഇടുമല്ലോ, അപ്പം അതും ചേർത്തിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ എക്സ്ട്രാ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. തേങ്ങ ഉണ്ടായിരുന്നു, ശർക്കര, ഏലക്ക, ജീരകം, ചക്ക വരട്ടി ആ സംഭവം. പിന്നെ പൊടി നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. നമ്മൾ പുട്ടുപൊടിയാണ് യൂസ് ചെയ്തത്. കൂടുതലൊരു കുറച്ച് റവയും കൂടെ. നമ്മൾ രാവിലെ അപ്പം ആട്ടോ ഉണ്ടാക്കിയത്. പ്രത്യേകിച്ചൊന്നും ചേർത്തില്ല, തേങ്ങ അവലും മാത്രം അരിക്കകത്ത്, കുതിർത്ത് അരിക്കകത്ത് ചേർത്ത് അരച്ചു. എന്നിട്ട് ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. കൊച്ചിന് വലിക്കാൻ കൊടുക്കടാ. കൊച്ചു വലിച്ചേ, കൊച്ചു വലിച്ചോ? പയ്യെ വലിച്ചാണ് അങ്ങനെ. പരിപ്പറിയാണോ? പയറുകറി, ചെറുപയർ കറി, സ്റ്റൂ പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പയർ ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് അരപ്പ് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുക ചെയ്ത സെപ്പറേറ്റ്. ആ അരച്ചതിൻ്റെ അകത്ത് പെരിഞ്ജീരകം കുറച്ചിട്ട്, 1 സ്പൂൺ പെരിഞ്ജീരകം, 1/2 സ്പൂൺ നല്ല ജീരകം, വെളുത്തുള്ളി ഇത്രയായിട്ട് നന്നായിട്ടങ്ങ് പേസ്റ്റ് പോലെ അരച്ചു. ഒരു കുഞ്ഞ് ഏലക്കയുടെ കഷ്ണം ചേർത്ത് കേട്ടോ. 2-3 ഗ്രാമ്പു ഇട്ടു. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് പുഴുങ്ങി വെച്ചേക്കണ പയറുണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് ഇഞ്ചിയൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചെടുത്തു. കഴിക്കാൻ വന്നേ, കുട്ടി വന്നേ, നമുക്ക് നോക്കാലോ, അപ്പൊ ഇഷ്ടാവോ നോക്കാലോ. ഓടിവാ. ഹലോ, വാ വന്നേ, ഫുഡ് കഴിക്കാൻ വാ. ഞാൻ മുല്ല അവിടെ വെച്ചേക്കുന്നത്. അത് അവിടെ നിന്ന് മറ്റേ പഴയ സ്ഥലത്ത് അല്ല, ഇല്ല, വെട്ടം കൂടുതൽ കിട്ടുന്നത്. ഇപ്പൊ കുറച്ച് നാളത്തേക്ക് അത് അവിടെ ഇരിക്കട്ടെ. ഒരു ഇച്ചിരി ഞാനിപ്പോ അതിനെ പ്രൂൺ ചെയ്തതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം. ചായയാണോ കോഫിയാണോ? കൊച്ചിന് ചൂട് ചൂടാ. കൈ കൊണ്ട് എടുത്ത് കഴിക്കുന്നത്. അയ്യോ, ചൂട് 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 ചൂട്. ചൂടണോ ഉമ്മ? അവനെ കഴുത്തിലത് കെട്ടിക്കണല്ലോ. എന്നാ ചോദിക്കട്ടെ? ചിക്കൻ അടുത്ത ദിവസം. പയറുകറി നല്ലതാ, സ്റ്റൂ അപ്പത്തിന് നല്ലതല്ലേ പിള്ളേരെ? ഇഷ്ടായോ? വളരെ ഇഷ്ടായപ്പാ. സ്പോൺസറാണ് കൂടുതൽ ഇഷ്ടം. കൊച്ചിന് ഇഷ്ടപ്പെട്ടോ? അടുത്ത ദിവസം അത് ഉണ്ടാക്കി തരാം. കൊച്ചിന് ഇഷ്ടപ്പെട്ടോ? ചൂടാ ചൂടാ. അത് കഴിച്ചു, ഇച്ചിരി കഴിച്ചു. ടീച്ചോ തമ്പാ, നീ വേഗം കഴിച്ചു. കാപ്പി ഇരിക്കുന്നേ. എനിക്ക് കാപ്പി വേണ്ടേ? അപ്പൊ ഇഷ്ടമായി തോന്നല്ലേ? അറിയില്ല, പറയാൻ പറ്റില്ല. ഇവന്റെ കാര്യം ആയതുകൊണ്ടേ ഒരെണ്ണം കഴിച്ചിട്ട് പിന്നെ പുള്ളി എടുത്ത് ഭയങ്കര ഫുഡ് കഴിപ്പ് കുറവാണ്.
പിള്ളേരായിരുന്നു. അല്ല ഈ പ്രായത്തിൽ ബാക്കി എല്ലാവരും കഴിക്കുമായിരുന്നു. ചക്കിയും മാളൊക്കെ ഇപ്പോഴാണ് മോശമായേ. ഇപ്പൊ ഇച്ചിരി അവരിടയ്ക്ക് ഭയങ്കര മോശമായിരുന്നു കഴിക്കാൻ. എന്നെ കൈയുടെ ഭംഗിയൊക്കെ നോക്കിയിരിക്കുന്നേ. കഴിച്ചു. അപ്പ വേണോ? ഏതാ? അപ്പം. അപ്പ ഇത് കണ്ടോ? കാണില്ല, അവൻ കറി മാത്രമേ കാണുന്നുള്ളൂ. അതാ പപ്പ വേണോ കൊച്ചിനാ? ഓ പപ്പ എന്നാ പപ്പ എടുത്തിടല് മാത്രമേ ഉള്ളൂ. അതാ പപ്പ പപ്പ അപ്പത്തിന് പറഞ്ഞ പപ്പ പപ്പ. ഇതിനെ ഒരു പ്രാവശ്യം ചായ ഇച്ചിരി കുടിപ്പിക്കണം. ഒരു രക്ഷയും കൊടുക്കാൻ പാടില്ല ചെറിയ പിള്ളേർക്ക്. ഒരു രക്ഷയും ചായ എനിക്ക് അമ്മ സൂത്രം തരാം. പാല് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏതപ്പാ? ഈ മൗണ്ട് എൽബ്രൂസ് കയറാൻ പോയതിന് എത്ര യൂറോ ചെലവായി? ചില സത്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ല. അതായത് മൗണ്ട് എൽബ്രൂസ് നമ്മളെ ഏജൻസിക്ക് നമ്മൾ പേ ചെയ്തത് $1600. അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പോകുന്ന സമയത്ത് ബേസ് ക്യാമ്പിൽ താമസിക്കാൻ പറ്റും. ആ സമയത്ത് ബേസ് ക്യാമ്പിൽ 3 ദിവസം താമസിക്കുമ്പോൾ ഉള്ള ഫുഡ് നമുക്കുണ്ട്. പിന്നെ നമുക്ക് ചിലവായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സുകളെല്ലാം നമ്മൾ ഇവിടുന്ന് റെന്റിന് എടുക്കില്ല ചെയ്തേ. അവിടെ ചെന്ന് റെന്റിന് എടുക്കുക. അതിന് $500 പിന്നെ നമ്മുടെ ടിക്കറ്റ്. പിന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ബേസ് ക്യാമ്പിലേക്ക് സ്നോ ക്യാറ്റ് ഉപയോഗിച്ചു. തിരിച്ച് നമ്മുടെ ലഗേജ് എല്ലാം കൂടെ അങ്ങനെ അതിന് ഒരാൾ $400 കൊടുത്തു. കഴിക്കണ കൈ ഇങ്ങനെ എടുത്തിട്ട് വർത്തമാനം പറയല്ല. അത് ഞാൻ അങ്ങനെ ടിക്കറ്റ് എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരു $5000, അത് ഓൾമോസ്റ്റ് 5 ലക്ഷം രൂപയോളം നമുക്ക് വേറെ അനാവശ്യമായ ചെലവില്ല. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നും പറയാവോ? എന്നിട്ട് മറ്റേ കൈ എടുത്ത് സംസാരിക്കും. മറ്റേ കൈ കാണിച്ച് എനിക്ക് സംസാരിക്കുന്നതിന് അങ്ങനെ വേണം. അങ്ങനെയൊക്കെയാണല്ലേ? അല്ലെങ്കിൽ അടുത്തിരിക്കണവരുടെ മുഖത്ത് മുഴുവൻ പയറ് തെറിക്കും. അതായത് ഓൾമോസ്റ്റ് ഒരു 5 ലക്ഷം രൂപയോളം നമുക്കായി. അപ്പൊ ഞാൻ ഏറ്റവും ചെലവ് കുറിച്ച് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പൊ ഈ ബാക്കിയുള്ള ഓരോ ചിക്കു ഇപ്പൊ കണ്ണു മേടിച്ച് ഇങ്ങനെ ഇരിക്കുക. അതിപ്പോ 5 ലക്ഷം രൂപയോ? 5 ലക്ഷം രൂപയോളം നമുക്ക് ചിലവായി. പക്ഷേ ലൈഫിലെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ്. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ലേൺ ചെയ്യുന്ന അറിയാമോ? നമ്മളൊരു മല കാണുമ്പോഴേക്കും നമ്മൾ പ്രത്യേകിച്ച് എന്താ വിചാരിക്കുന്നത്? ഒന്നും വിചാരിക്കുന്നില്ല. ഒരു മലയിൽ കയറി മല എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപയായിരുന്നു. എനിക്ക് നേച്ചറിനെ അറിയത്തില്ല. നേച്ചറിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് നമ്മൾ കുറേയധികം കാര്യങ്ങളുണ്ട്. ഇത് സാധാരണ നേച്ചറാണോ? ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നത് നേച്ചർക്ക് ഇത്ര എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇച്ചിരി കൂടി പോയി. പക്ഷേ ടിക്കറ്റ് ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ അവനായതല്ലോ. പക്ഷേ എനിക്ക് നമ്മൾ പ്രതീക്ഷിക്കാണ്ടായി പോയത് $800. ഫാമിലിക്ക് തന്നെ ഗുണം. ഫാമിലിക്ക് തന്നെ ഗുണം. എടി മുത്തേ, നിന്റെ കെട്ടിയവൻ എൽബ്രൂസ് കയറിയെന്ന് പറയത്തില്ലേടി? പിള്ളേർക്കൊക്കെ ഒരു ഉദവലടി. നമ്മുടെ ലൈഫിൽ എന്തില്ല, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യണം. നമ്മൾക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ അത് അച്ചീവ് ചെയ്യണം. നമ്മൾ എന്തിനു ജീവിക്കുന്നത്? നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഇവിടുന്ന് വിട്ടു പോകേണ്ട ആൾക്കാരാണ്. ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്യുന്നത്. ഞാൻ ചിക്കു ഇങ്ങനത്തെ കഴിഞ്ഞു പോകണം ഞാൻ പ്രോത്സാഹിപ്പിക്കും. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾ ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ട. പക്ഷെ ഞാൻ ഇച്ചിരി കൂടെ വയസ്സുള്ള ഞാൻ കാര്യങ്ങൾ ചൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ടല്ലേ എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ തന്നെ ഈ തവണ പിള്ളേർ യാത്ര പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇങ്ങനെയൊരു ചെറിയൊരു ആയിരമല്ലേ, അല്ലാണ്ട് വേറെ ഓൾമോസ്റ്റ് ഒരു 2 ആഴ്ച വരെയൊക്കെ അവരങ്ങനെ നിന്നോളൂ. അത് കഴിഞ്ഞപ്പം അവർ പറയാൻ തുടങ്ങി അവർക്ക് ട്രിപ്പ് പോകണം. അവർ മിസ് ചെയ്യാൻ തുടങ്ങി. വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതനുസരിച്ച് എല്ലാം അറേഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റുമല്ലോ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം അതുകൊണ്ട് കെയർഫുൾ ആയിരിക്കണം. വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം. അത് കറക്റ്റായിട്ട് പറയണം എന്നുള്ളത് ഇപ്പോൾ അവർ പഠിച്ചു. ഇപ്പൊ മാളൊക്കെ ചോദിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ റീസെന്റ് ഒരു സാലഡിന്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അത് ചോദിച്ചായിരുന്നു അതെങ്ങനെ അതുപോലെ ചെത്തി എടുക്കുന്നതിന്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. ഇത് ജസ്റ്റ് പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളത്. ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടാണ് അഴുക്കായിട്ടിരിക്കുന്നത്. ഇതിങ്ങനെ പീൽ ചെയ്യണ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളത്. പിന്നെയുള്ള ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതുപോലത്തെ മുള്ളു പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഇത് കിട്ടുന്നത്. കണ്ടോ? നാട്ടിലാണ് വെറൈറ്റി വേറെ സാധനമുണ്ട്. ചൈനയുടെ വേറെ സാധനമാണ് വെറൈറ്റി ആയിട്ടുള്ളത്. ശ്രദ്ധിച്ചിട്ടില്ലേ? എന്നിട്ട് പുഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും അങ്ങനെ വരത്തില്ല. താഴേക്ക് ഓരോന്നോരോന്നായിട്ട് വരുന്നത്. ഇത് കണ്ടോ? ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും
ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ നല്ല രസമല്ലേ? എനിക്കും ഇഷ്ടം ഇങ്ങനത്തെ സാലഡിനകത്ത് ഇങ്ങനെ കിടക്കുന്നത്. എന്തിനാ കുട്ടി ആ ബാറ്ററി മൊത്തം ഊരി എടുക്കുന്നേ? അതെന്തിനാ ഊരി എടുക്കുന്നേ? അതെന്തിനാ ഊരി എടുക്കുന്നേ? ആ ബാറ്ററി എന്തിനാ ഊരി എടുക്കുന്നേ? അതിനകത്ത് വെക്ക്. കൊച്ചതിനകത്ത് വെച്ചേ. കട്ടിലടിയിലെല്ലാം ബാറ്ററിയാ കൊട്ടി കൊട്ടി ഇട്ടിട്ട്. എന്നിട്ട് കാണാണ്ട് പോകുമ്പോൾ വേറെ ബാറ്ററി എടുക്കും. അതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചേ. ഫിക്സ് ചെയ്ത് വെച്ചേ. ഫിക്സ് ചെയ്ത് വെക്കേ. ആ കറക്റ്റായിട്ടാണോ ഞാൻ കുട്ടി വെക്കണേന്ന് നോക്കണേ. ഒന്ന് വെക്കാൻ പഠിപ്പിച്ചേ. ആ ഞാൻ വെക്കേ. അപ്പൊ അവൻ TV ഇടാൻ പഠിച്ചു. TV ഇടണ്ട നമുക്ക്. അല്ല ഇവൻ അത് പഠിച്ചു. ഇംഗ്ലീഷ് അതൊക്കെ ഉണ്ടെങ്കിൽ അവൻ ഇടും. അവൻ അതിന് ബാറ്ററി എടുത്തിട്ട് കണ്ടോ കണ്ടോ ഇങ്ങോട്ട് പുഷ് ചെയ്യണം. അയ്യോ നമ്മൾ കറക്റ്റായിട്ട് പ്രിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കേടായി പോകില്ല കേട്ടോ. ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പനീർ ടൊഫു ഉണ്ടല്ലോ, അതും എഗ്ഗും കൂടെയും കൂടിയിട്ട് പേസ്റ്റാക്കി സ്പ്രെഡ് പോലെ വെച്ചില്ലേ. അപ്പോൾ കിൻവ പുഴുങ്ങി വെച്ചതിൻ്റെ അകത്ത് ഉപ്മാവ് പോലെ അതുകൂടെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ അതങ്ങ് തീർത്തു. ഇന്നത്തെ ലഞ്ചിന് നമുക്ക് കിൻവ ഉപ്മാവ് എന്ന് പറയാം. പക്ഷേ പ്രോട്ടീൻ റിച്ച് ആണ്. കാരണം ടൊഫു പുഴുങ്ങിയ മുട്ടയുടെ വെള്ളം കൂടുതലുണ്ട്. അതെല്ലാം കൂട്ടി അരച്ചത് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ക്ലീനിങ് കക്കൂസ് വരെ എത്തിയിട്ടുണ്ട്. എസക്കുട്ടീനെ കഞ്ഞിവെള്ളം കുടിപ്പിക്കാൻ ജോണിക്കുട്ടി ഇങ്ങനെ പുറകെ നടക്കുന്നു. നമ്മളൊന്ന് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചോണ്ടാട്ടോ ഇരിക്കുന്നത്. ഇങ്ങനെ വെയിലും മഴയും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. പോകാൻ പറ്റുമെന്നറിയില്ല. ബയോവേസ്റ്റിൻ്റെ സംഭവം ഒന്ന് ഫിക്സ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ചക്കി അരിഞ്ഞത് മോശമായിട്ടില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഫ്രിഡ്ജിലുള്ള സാധനമാണെങ്കിലും വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രിഡ്ജിലുള്ള വെജിറ്റബിൾസ് അല്ലെങ്കിൽ പുറത്താണെങ്കിലും ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ മേടിച്ച് ഇരിപ്പുണ്ടെങ്കിൽ തീരാതെ പുതിയ പുതിയ സാധനങ്ങൾ മേടിച്ച് വയ്ക്കുന്നതിനോട് വലിയ അഭിപ്രായമില്ല. അപ്പോൾ ഒരു ലാസ്റ്റ് സുക്കീനിയുടെ ഒരു കുഞ്ഞു പീസ് ബാക്കിയുണ്ടായിരുന്നു. നമ്മൾ എന്നാ ചെയ്തു, കുമ്പളങ്ങ തേങ്ങ അരച്ച് മോര് കറി വയ്ക്കല്ലേ, അതേ മോഡലിൽ തന്നെ സുക്കീനി ഇട്ടിട്ട് നമ്മൾ തേങ്ങ അരച്ച് വേവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മോര് ആഡ് ചെയ്യും. ഇപ്പം എന്ത് പറഞ്ഞാലും മല കയറാൻ എളുപ്പമാണ്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ചുമ്മാ കയറിയാൽ മതി. പക്ഷെ ചില യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാനാണ് പാടുന്നാണ് എനിക്ക് പറയുന്നത്. വീട്ടിലെ പണികളാണ് ഏറ്റവും വീട്ടിലെ പണികളൊക്കെ പാട്, മല കയറുന്ന എളുപ്പമാണ് പറഞ്ഞത്. അതൊന്നും അല്ല കേട്ടോ. മല കയറാൻ പോയിട്ട് ഒരു പണിയും ചെയ്തില്ല. പറമ്പിൽ ഇങ്ങനെ സത്യാവസ്ഥ വേറെ പറയുന്നു. നാട്ടുകാർക്ക് എണീറ്റ് വാ, ഇല്ലെന്ന് എനിക്ക് സമയമില്ല. എനിക്ക് ഓഫ് ഉള്ളപ്പോഴേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? ഒരു മനുഷ്യന് ഒരു ദിവസം പോലും എടുത്തില്ല. ആത്മഹത്യ ചെയ്തിട്ട് ഞാൻ മല കയറിയെന്നൊരു തെറ്റ് ചെയ്തുള്ളൂ. അതിന് കൊച്ചിറങ്ങി കിടക്കുന്ന കൊച്ചിനെ കട്ടിലേക്ക് കിടത്താൻ പറഞ്ഞപ്പം ഒരു മല കയറി ഇങ്ങനെ ശിക്ഷിക്കുന്നേ. രാവിലെ തൊട്ട് ഓരോ പണിയാ. അല്ല, ഒരു മല കയറി ഈ 2 ചപ്പ് വാരിയുടെ എന്റെ കൂടെ കൂടാൻ പറഞ്ഞിട്ടാണ് പറ്റില്ലാത്തത്. ഇത് അതല്ല, ഇത് ഫ്ലാറ്റ് ആയിട്ട് ലെവലായിട്ടിരിക്കണം. എന്നാലാണ് ഈ സാധനം ഒരു വർഷത്തോളം കാറ്റ് പിടിക്കാൻ നന്നായിട്ട് ഇരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കുറച്ച് ലൈവ് എന്ന് തോന്നുന്നല്ലോ. എനിക്ക് വെയിറ്റ് ചെയ്യ. ഇനി ഇടല്ലേ, ഇനി മറ്റേ വേസ്റ്റ് ഇട്ടിട്ട് ഇടാവുള്ളൂ. മറിക്കും പോച്ച പറ തണ്ണിമത്തൻ വളരെ ശരി. അവിടെ അത് വെച്ചപ്പോൾ ആളുകൾ പറഞ്ഞായിരുന്നു. നമ്മള് ചുമന്ന ചീരയാന്ന് കരുതി പാകിയത് ചുമന്ന ചീരയാന്ന് തോന്നുന്നില്ല. കാരണം ചുമന്ന ചീര ഇങ്ങനെയല്ലല്ലോ ഇരിക്കുന്നേ. ഇത് വേറെന്തോ. മത്തങ്ങയ്ക്ക് കായ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അരി കിട്ടുമ്പോ പറയണതല്ലേ, ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മള് കറി ലീഫിന്റെ ഒക്കെ ആണെങ്കിലും സീഡ് ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് നമ്മൾ മേടിക്കല്ലേ, അത് വന്ന് നടുമ്പോ അത് കറി ലീഫ് ഒന്നും ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. സെയിം അതുപോലെ തന്നെയാന്ന് തോന്നുന്നു ഇപ്പൊ നമ്മുടെ ചീര. സ്ക്രീൻ ചെയ്യണം. ഈ ഒരു മരം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ റൂഫില്, പക്ഷെ അതിന്റെ മേളിൽ കയറിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ചെയ്യാൻ പറ്റുമോ?
മല കയറിയ ടീമല്ലേ, ഈ റൂഫിൽ ഇതുപോലും പറ്റത്തില്ലേ? ഇനി അതും ഞാൻ കയറണോ? ഞാനൊരു മലയും കയറി, നീ എന്നെ ഇതുപോലെ ഇട്ട് ശിക്ഷിക്കരുത്. അല്ലോ, അത്രയും വലിയ മല കയറിയ ടീമിന് ഇതിന്റെ ഈ മൂല കിടക്കണം, ഇതൊന്നും തോണ്ടിക്കളയാൻ പറ്റില്ല. ആ റൂഫിന്റെ മുകളിൽ എന്തോ മരം ഉണ്ടായി വരും, പെരക്ക് മേളിൽ മരം വളരാൻ തുടങ്ങി. ഈ പലതും കാണും നീ. എന്നെ ഇട്ട് ഇഷ്ടായി ഞാൻ ഇത്ര ഇപ്പൊ എല്ലാം വരപ്പിക്കാൻ വേണ്ടിട്ട് എന്നാ ഇനിയിപ്പോ വരച്ച തന്നെ ഉള്ള അല്ല ഓരോന്ന് ഇപ്പൊ അത് പറയുന്നത് ഭീഷണിപ്പെടുത്തല്ലേ. ഇച്ചിരി പോകുന്ന ഒരു പ്ലാസ്റ്റിക് പെട്ടി പിടിക്കാൻ പറഞ്ഞിട്ട് പോലും പറ്റിയില്ല. അത് പുല്ലേല് വെക്കട കാല്, അത് സുഖാണോ? കുഞ്ഞുറങ്ങി എണീറ്റോ? നമ്മൾക്ക് വളരെ നോർമലായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്, പക്ഷെ അതിന് ഇച്ചിരി ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ ഒരു അർത്ഥം എന്നാന്ന് മനസ്സിലാകത്തുള്ളൂ. എന്നാന്ന് പറയട്ടെ, അതായത് ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടന്നിട്ട് രാവിലെ കട്ടിലേന്ന് അവൻ എഴുന്നേൽക്കണമെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവണം. അപ്പിയിടാൻ മറ്റേ ഫുഡ് കഴിക്കാൻ എഴുന്നേൽക്കുന്നതല്ല, അതല്ലാണ്ട് ഒരു ടാസ്ക് അവൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. കുഞ്ഞു കാര്യമായിരിക്കാം, വലുതായിരിക്കണം എന്നൊന്നും നിർബന്ധമില്ല. അന്നത്തെ ദിവസം ചെയ്യാനായിട്ടൊരു കാര്യം, ഡ്യൂട്ടി അല്ലാണ്ട്, ഇപ്പോൾ ഡ്യൂട്ടി എന്തായാലും നമ്മൾ ചെയ്യണം, ഈ ഡ്യൂട്ടി കൂടാതെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ ഉണ്ടായിരിക്കണം. ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പാടില്ല, കപ്പാസിറ്റി ഉള്ളവരും ഉണ്ടാവും, പക്ഷേ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അത് ഡെയിലി അത് ഓഫാണെങ്കിലും ഡ്യൂട്ടി ഉണ്ടെങ്കിലും എല്ലാത്തിലും നമുക്ക് അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം എന്ന്. അങ്ങനെ ഉണ്ടോ? പിന്നെ എല്ലാവരും 1000 കൂട്ടം അങ്ങനത്തെ 1000 അല്ല, മനസ്സിൽ തീരുമാനിപ്പിച്ചുറപ്പിച്ച ഒരു കാര്യം. തീരുമാനിപ്പിച്ചുറപ്പിച്ച കാര്യം എന്ന് പറയുന്നത് രാവിലെ തന്നെ തുടങ്ങുവാണല്ലോ, മാല ഓരോരോ പരിപാടി തുടങ്ങുന്നത്. അങ്ങനത്തെ കാര്യമല്ല. ഓ ഓക്കെ, ഒരു പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, പേഴ്സണൽ എന്ന് പറഞ്ഞാൽ അത്രയും സെൽഫിഷ് ആയിട്ടുള്ള കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും ഉപകാരം കിട്ടുന്നതാകാം. പക്ഷെ നമ്മളായിരിക്കണം അത് ചെയ്യേണ്ട, അങ്ങനെ തെറ്റൊരു കാര്യം. അമ്മയുടെ വള്ളി വർത്താനം കേട്ടോ? വള്ളി വർത്താനോ? വള്ളി പിടിക്കുന്ന വർത്താനം പറഞ്ഞു. ഒരു ഉദാഹരണം പറഞ്ഞ എന്റെ മനസ്സിലുണ്ടായിരുന്നു ആ സാധനം ഫിക്സ് ചെയ്യണമെന്ന്. അതൊക്കെ ചീള് കേസ്. അങ്ങനെ ചീള് കേസ് നമ്മൾ വിചാരിക്കാൻ പാടില്ല. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം. എൽബ്രൂസിന്റെ മേളിൽ പോയത് ഞാൻ പറഞ്ഞു, ചീള് കേസ് 5 ലക്ഷം രൂപ കൊണ്ടേ കളഞ്ഞിട്ട് കുടുംബത്തിന് എന്താ ഉപകാരം ഞാൻ ചോദിച്ചോ? ഇല്ലല്ലോ. കേട്ടോ, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ഇത് എപ്പോഴും ഇവിടെ ചോദിക്കുകയാണ്. ഞാൻ പോയിട്ട് വന്ന് അന്നേരം മുതൽ ചോദിക്കുന്നതാണ് ഈ കാര്യം. എനിക്ക് കിട്ടിയിരിക്കുന്ന എനർജി എത്രയാവോ? ഞാൻ ഒന്നും കണ്ടു, ഞാൻ അവിടെ കിടക്കണേ കാണുന്നത്. വന്ന് കയ്യിലും കാലേലും പിടിച്ച് ബലമായിട്ട് പിടിച്ച് എഴുതേപ്പിച്ചോണ്ട് വരണം. അതിന് മുന്നേ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. ഞാനോ ഇങ്ങനെ പറയാൻ കളതല്ലേ, ഞാൻ 4 ദിവസം വന്നു കഴിഞ്ഞ ശേഷം കണ്ടിന്യൂസ് WT കഴിഞ്ഞിട്ട് ഇരിപ്പാണ്. ആ മുഖം ഒന്ന് കാണിച്ച്, മുഖം ഒന്ന് കാണിച്ചു. ഇരിപ്പാണ്. നീ എന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഒരിക്കൽ ഹിമാലയം കീഴടക്കും. നാളെ പൊക്കോളാവോ? നാളെ പോകാൻ കാശില്ല, 10-70 ലക്ഷം രൂപ വേണം. പൈസക്കാണോ പാട്? കുറച്ച്. അതായത് ഞങ്ങളുടെ കൂട്ടത്തില് 8 പേരാണ് സബ്മിറ്റ് ചെയ്തേ മൗണ്ട് എൽബ്രൂസ്. അപ്പം അവര് പറയുകയാണ്, വന്നു കഴിഞ്ഞ് പറയാണ് എണ്ണ ഒഴിക്കണം, ഭയങ്കര സൗണ്ട്. ആട്ടാണ്ടിരിക്കും. ഞാൻ ആട്ടറില്ല, തന്നെ അടുന്ന. അതായത് ഇങ്ങനെ പോയിട്ട് വന്നപ്പോ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര വിലയാണ്. അതായത് ഭയങ്കരമായിട്ട് അവർ റെസ്പെക്ട് ചെയ്യും. അതേ സമയത്ത് ഞാൻ പോയിട്ട് വന്നപ്പോൾ എനിക്ക് ആട്ടത്തുപ്പം മാത്രം. എന്താണ് കാരണം, എന്താ പറയാൻ പറ്റുമോ? ഞാൻ ചെയ്യട്ടെ, ഓരോ വീടിനും ഓരോ കൾച്ചറും ഓരോ രീതി ഉണ്ടാവും. നമ്മുടെ അവസ്ഥയിൽ നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഈ 4 മക്കളെ വളർത്തിക്കൊണ്ട് വരേണ്ടത്. A to Z എല്ലാ കാര്യങ്ങളും അവരുടെ ഇതിൽ ചെയ്യേണ്ടത് നമ്മളാണ്. അപ്പം അതിന് എനിക്ക് വില എന്ന് പറയുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ സെൽഫായിട്ട് നമ്മുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. അതിന് പുച്ഛിച്ചതാരാ? അത് എന്ത് പറഞ്ഞാലും അതിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുമ്പോഴാണ് പറഞ്ഞത്. അതായത് അല്ല, എന്ത് പറഞ്ഞാലും ഞാൻ എൽബ്രൂസ് ഏത് നേരം പറയുമ്പോ നമുക്ക് എന്ത് പറയാലും എന്തോ വലിയ എന്തോ. ഞാൻ എന്ത് പണി ചെയ്തില്ല, നിങ്ങൾ മല കയറിയതല്ലേ? ഞാൻ ചോദിക്കട്ടെ, വീടിനകത്ത് നമ്മൾ എന്തേലും കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്താൽ അതിന് പകരം മല കയറി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ എന്തെങ്കിലും ചില ഇരുന്നേക്കും മല കയറിട്ട് വന്ന ആളല്ലേ, ഇത് ചെയ്താ പറ്റത്തെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്ന എന്തിനാ? എനിക്ക് മനസ്സിലാകാത്ത കാര്യം, പോകുന്നതിന് മുമ്പ് ഞാൻ ആക്റ്റീവ് അല്ല, ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ കുറ്റം. അപ്പൊ തിരിച്ചു വന്നിട്ട് ഞാൻ ആക്റ്റീവ് ഓരോന്നും ചെയ്യാനും ചെയ്യിപ്പിക്കാനും നിൽക്കുമ്പോ അത് ഇൻട്രസ്റ്റ് ഇല്ല. അതെനിക്ക് മനസ്സിലാകാത്ത. ആരും ഇൻട്രസ്റ്റ് ഇല്ല. ഇത് എന്ത് കാര്യം പെൻഡിങ് ആയിക്കോളെ, ആട്ടാണ്ടിരിക്കും. കഞ്ഞോളം കുടിച്ചോ? കഞ്ഞോളം കുടിച്ചോ? പപ്പയ്ക്ക് താ ചോറ് ആയില്ലേ? മീൻ ഇച്ചിരി കൂടുതൽ കരിയുമായിരിക്കും. ഞാൻ ഇരുമ്പ് ചട്ടിക്കകത്ത് ഉണ്ടാക്കിയത് കൊണ്ട്. ഇതാണ് നമ്മുടെ മോര്
തിളയെല്ലാം നിന്ന് കഴിഞ്ഞിട്ടാട്ടോ മോരേഷ. എൻ്റെ പ്രോബയോട്ടിക്സിനൊന്നും നമ്മൾ തിളപ്പിച്ച് കുന്നു കളഞ്ഞിട്ടില്ല. ഗുഡ് ബാരി എന്നെ അടിക്കില്ല എന്നത് വെച്ചാൽ. അപ്പം പിള്ളേർക്ക് ഇച്ചിരി സൈഡിലൊഴിക്കണം പറഞ്ഞാൽ സെൻറ്ററിൽ ഒഴിക്കുന്ന ഇഷ്ടമില്ല. കിൻവ അല്ലേ? മറ്റേ വെജിറ്റബിൾ തോരനുണ്ട്, പിന്നെ കിൻവ ഉണ്ടാക്കിയതിനകത്ത് കുറച്ച് ക്യാരറ്റ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് എക്സ്ട്രാ സാലഡ് ഇപ്പം ഇല്ല. യമ്മിയാണോ ശുക്കുട്ടി? ആണോ? ഇങ്ങനെയാണോ കഴിക്കുന്നത്? ഇതിങ്ങനെ പിച്ചിട്ട് ഓക്കെ. നല്ല ടീച്ചറുണ്ടാ അല്ലേ? കഴിക്കാൻ പറ്റോ? കുട്ടി ആദ്യമായിട്ടല്ലേ ഉണക്കമീൻ ട്രൈ ചെയ്യുന്നത്? ഇരുമ്പ് വെച്ചിട്ടുണ്ടോ നാട്ടിലാ? വെള്ളം വേണം. ഉണക്കമീന് യസുക്കുട്ടിക്ക് വീണ്ടും വാങ്ങിച്ചിട്ടല്ലേ? അതിങ്ങനെ പൊടിച്ചതിന് മേളിലിട്ട് കൊടുത്തപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു. അത് കുറുക്കു കഴിച്ചു. നല്ല കഴിച്ചു. അമ്പച്ച് നല്ല താഴ്ചടിപ്പോയി. കുറുക്കു നല്ലതാണോ? നല്ല. എന്താണ് എന്തോ പോയി എണ്ണാനെ പോലെ ഇരിക്കുന്നത്? ഏത് ബീച്ചിൽ പോകണമെന്ന് അറിയത്തില്ല. ഇന്ന് വെയിലൊന്നുമില്ല, എന്നാൽ തണുപ്പില്ലാത്തൊരവസ്ഥ. ഇവിടെ വയസ്സുകുട്ടി തൊപ്പി വയ്ക്കുക. നമ്മള് ജോണിക്കുട്ടി പപ്പു വരുമ്പോ ജയരങ്ങളുടെ കൂടി പോയിട്ട് മീനെ കിട്ടിയില്ല, സമയം കുറവായിരുന്നല്ലോ. പപ്പു വരുമ്പോ മീനെ പിടിക്കാൻ പോകുന്ന പറഞ്ഞ ദിവസം കുറേ ചോദിച്ചോണ്ട് നടക്കണം. അപ്പൊ ഇന്ന് എന്തായാലും മീനും പിടിക്കാൻ വേണ്ടി പോവാട്ടോ. പക്ഷെ അതല്ല, മീൻ പിടിക്കാൻ പോകണമെങ്കിൽ മീൻ പിടിക്കാൻ മാത്രം എടുത്ത് പോകണം. മീൻ പിടിക്കുന്ന സ്ഥലത്ത് തന്നെ പോയാൽ കിട്ടത്തുള്ളൂ. ബീച്ചിന്റെ അവിടെ പോയി മീൻ പോയാൽ നമുക്ക് മീൻ കിട്ടത്തില്ല. അതുകൊണ്ട് മീൻ പിടിക്കുന്ന സ്ഥലത്ത് തന്നെ പോകാന്ന് പറയുമ്പോഴേക്കും ആണോ? അത് ഇവിടെ കിട്ടത്തുള്ളൂ. നമ്മള് നമുക്കറിയാലോ ഓരോ സ്ഥലത്ത് മീൻ കിട്ടുന്ന സ്ഥലം. എടുത്തോ, എല്ലാം എടുത്തിട്ടുണ്ട് പിള്ളേരെ. ഓഹോ, ഇതാരാ ഈ ഓടുന്ന കുടുകുടുന്ന്? ചക്കി റെഡി, ജോണിക്കുട്ടി റെഡി. ഒരു ക്യാപ്പ് പറന്നു മടിയിലോട്ട് വീണു. അടുത്തതാരാ? ഇനി കിടക്കുമല്ല, ഇനി നമ്മൾ ഇരുന്നാ പോണത്. യശുക്കുട്ടിക്ക് ഷീറ്റായി സീറ്റ്. ഓ അവിടെ ഇരിക്ക. എന്താ സന്തോഷം പുള്ളി ഇരിക്കണേന്റെ ഒരു ഹാപ്പിനെസ്. കിടക്കുവായിരുന്നല്ലോ, പുള്ളിനെ എടുത്തോണ്ട് കിടക്കുവായിരുന്നു. അതിന്റെ ഫ്രണ്ടിൽ ഒരു സംഭവം വെച്ചാ മതിയായിരുന്നു, പക്ഷെ അത് ഓൾറെഡി കളഞ്ഞു. അതിലാണ് കയറുന്നേ. സീറ്റ് മടക്കിട്ട് കയറിക്കോ. ഡോർ അടച്ചു തരാൻ ഒരാള്. റെഡിയാണോ? ഇഷ്ടപ്പെട്ടോ? ഇരിപ്പ് എങ്ങനെയുണ്ട്? അവന് ഇത് ചാഞ്ഞി കിടക്കുവാണ്. ആക്ച്വലി നല്ല ചെറിയ മഴയൊക്കെ ഉള്ള സമയത്ത് ഫിഷിങ്ങിനൊക്കെ പോകുമ്പോഴാണ് കുറച്ച് കൂടുതൽ കിട്ടുന്നത്. പക്ഷെ ഇത് ജോണിക്കുട്ടിക്ക് നേരം പോക്ക് ട്രൈ ചെയ്യുക, എറിയാം, പഠിപ്പിക്കുക. ഞങ്ങൾക്ക് കുറച്ച് ടൈം പാസ്. നമുക്ക് പിക്നിക് അല്ലേ മാളു? ചക്കി റെഡിയാണോ? ഓക്കെ, ഇറങ്ങിയോ? എല്ലാരും പോകല്ലേ? എറിഞ്ഞ് ചതച്ച് കളഞ്ഞു. ഐസ്ക്രീമിന്റെ കോല് ഊരി എടുത്തിട്ട് കഷ്ണങ്ങളാക്കി കൊടുത്തു. ഇനി ആപ്പിളി ഒന്നും ഇല്ല. ആപ്പിളി കിട്ടിയോ? ആപ്പിളി ഇനി ഇങ്ങോട്ട് ആപ്പിളിയും കൊണ്ട് ഇവിടെ വാ തിരികെ. അത് എടുക്കാൻ പാടില്ല, അത് കാക്കയുടെ തൂവലാ. ഇങ്ങ് വരാവോ? കാക്കയുടെ തൂവല കേട്ടോ. കുഞ്ഞിങ്ങ് വന്നേ, ബാ നമുക്ക് ചേട്ടൻ്റെ കൂടെ മീൻ പിടിക്കാൻ പോവാം. അങ്ങോട്ട് തിരികെ. ആപ്പിളി പോ. അങ്ങോട്ടല്ലടാ, അങ്ങോട്ട് തൊട്ടാ, അങ്ങോട്ട് ചെല്ല. നമ്മുടെ വണ്ടിയല്ല. നമ്മുടെ വണ്ടി എവിടെയാ? ഉണ്ടോ പപ്പ എടുക്കണുണ്ടോ? സാധനങ്ങൾ എടുക്കണുണ്ടോ? അവന്റെ വിചാരം അവന്റെ ആപ്പിളി മേടിക്കാനാന്നാ. അത് പുള്ളി വട്ടം ആപ്പിളി ആർക്കും കൊടുക്കൂല. റെഡിയാണോ ചക്കി ജോൺകുട്ടി? അയ്യ ആപ്പിളി പോ. പിള്ളേർ റെഡിയാണോ? എന്നാ നടന്നോ. നമ്മളെ സ്കൂളിനെ പിടിക്കണ്ട, ആപ്പിളി പിടിച്ചു നോക്ക്. നമ്മൾ സാധാരണ പോകാറുള്ള പാർക്കാട്ടോ. പിന്നെ പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലം ഇച്ചിരി ഡിഫറെൻ്റ് ആണെന്ന് മാത്രം. ഇട്ടുകൊണ്ട് പോവാനോ? ആപ്പിളി താഴെ വീഴല്ലേ? ദൂരെ
എസക്കുട്ടിനെ നടത്തിക്ക് മോനെ. പപ്പയുടെ കൈ പിടിച്ചോ എസക്കുട്ടി. അങ്ങോട്ട് പോ. നിറച്ച് കാക്കയുണ്ട് ഇവിടെ. ഫുള്ള് കാക്കരെ പിടിക്കാം. മമ്മയുടെ കയ്യെ പിടിച്ചോ. ചേച്ചിയുടെ കയ്യിലോട്ടാ. മാലു മാലു ഇവിടെ അത്ര നല്ല സ്ഥലമല്ല. മാലു വേണ്ട. മാലു ആപ്പിൾ ഇന്നോട്ടോ. ലൈവ് പുസ്തകമാണ് അതിന്റെ ഇപ്പുറത്തെ സൈഡ്. ഓങ്ക്ലാത്ത സൈഡ് അത് ഇത് ചെറിയ ടൈപ്പ് ആപ്പിൾ മരമാണ്. ചെറിയ ആപ്പിളാണ് ആക്ച്വലി. ഇത് ആപ്പിളുണ്ട്. ഈ ആപ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പുളിയായിരിക്കും. കുറേ കേടുണ്ട്. ഓർമ്മയുണ്ടോ? നല്ല പുളിയാണ്. അവിടെയൊക്കെ ചൂണ്ടിയിടാൻ ആൾക്കാരുണ്ട്. ചിക്കു എനിക്ക് വെച്ച സംഗതി തന്നെ എനിക്കും വേണേ. വേണ്ട വേണ്ട കയ്യിലേക്ക് ഇടിക്കുക. ആക്ച്വലി ഞാൻ ഓൾറെഡി ട്രിപ്പെല്ലാം പോയി നല്ല അടിപൊളിയായിട്ടാണ് വരുന്നത്. നന്നായിട്ട് ഞാൻ അടിച്ചു. പപ്പയുടെ കൈ അയ്യോ അവിടെയല്ല. അങ്ങോട്ട് ചെയ്താ അത് അങ്ങോട്ട് പോകും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. തീർന്ന ഷൂട്ട് ചെയ്യല്ലേ. അവനത് പറത്തി കളയാനാണ് അവന്റെ പരിപാടി. അതെടുത്തോണ്ടോ. ഇട്. അതെന്നെ സ്റ്റിക്ക് ആയിട്ട് വരുന്നല്ലേ. നല്ല രസമുണ്ട്. തവളമുട്ട പോലെ ഉണ്ട്. എസക്കുട്ടിക്ക് കാണാനും പിടിക്കാനും പാകത്തിനുണ്ട് കേട്ടോ. ഇല്ല, നിന്റെ എക്സ്പ്രഷൻ കണ്ടോ നീ പറ്റിക്കാൻ വരുന്നത്. ജോണിക്കുട്ടി അവിടെ ഭയങ്കര മീൻപിടുത്തം കേട്ടോ. കിട്ടിയ കാര്യമായിട്ട് പൊട്ടിച്ചോണ്ട് പോയോ? അന്നേ തിമിംഗലായിരിക്കും ഉറപ്പാ. ആണോ? അത് തന്നെ. പാവങ്ങൾ ജീവിക്കട്ടെ അല്ലേ. പാവൊക്കെ പറഞ്ഞിട്ട് ചാടാൻ വേണ്ടി പോവാ. അങ്ങനെയാണോ? അമ്മ ഞാൻ കേട്ട വെള്ളമാണോ കൊച്ചു പറഞ്ഞേ? അത് നമ്മൾ തൊടാൻ പാടില്ല. മീമിയുടെ വെള്ളം അത് കണ്ടോ. മീമിയുടെ വെള്ളം. മീമിയുടെ മീൻ കടിക്കുന്നതായിരിക്കും. അങ്ങ് നേരെ ഒഴിച്ചു വിട്ടോ. ചിലപ്പോൾ മീനുകൾ വരും അത് കണ്ടോണ്ട്. മാള് എറിയുമ്പോൾ ഇച്ചിരി നീങ്ങി നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിലൊക്കെ കൊള്ളുവേ. അങ്ങനെ മാള് മീനെ പിടിക്കുക. മാള് മീനെ പിടിക്കാൻ പോയതാ. കണ്ണും മൂക്കും വേണ്ടവരൊക്കെ മാറി കേട്ടോ. അയ്യോ താത്തി വെച്ചിട്ട് ചുമ്മാ ഒരു രസത്തിന് ഫണ്ണിന് വേണ്ടി ചെയ്യുന്ന കേട്ടോ. ഈ ബുഷിന്റെ ബാക്കിലെ ഒരു മുയലിരുന്ന്
വയലിരുന്ന് പുല്ല് തിന്നുക. കണ്ട അവൻ്റെ ചെവി കാണാം. ഓ അയ്യോടാ, അത് ഇങ്ങോട്ട് നോക്കുവാണ്. വേണ്ട 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 വേണ്ടപ്പാ, വേണ്ട, അതിനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ചേടാ അനങ്ങോണ്ട ചെവി വട്ടം പിടിച്ചിരിക്കണതുണ്ടോ? നമ്മൾ അടുത്തേക്ക് ചെല്ലുവാണോ അല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ പോസ്റ്റായിട്ടിരിക്കട്ടാ, ഇങ്ങനെ കാലൊക്കെ ആട്ടി ആട്ടി ഇവിടെ ഇരിപ്പുണ്ട്. നീളങ്കുറവായുണ്ട് സുഖം, ഏത് ബെഞ്ചിലിരുന്നാലും ഇങ്ങനെ കാലട്ടിയിരിക്കാം. മമ്മിക്ക് കാല് പോയില്ല താഴെ, കാല് താഴെത്തില്ല. ഓ മാളുവിന് എത്തൂന്ന്, ചകിക്ക് എത്താറായിട്ടില്ല. അവരവിടെ ഇനിയും എറിഞ്ഞുകൊണ്ടിരിക്കുവാണേ. നല്ല അനുസരണമുള്ള കുട്ടനായിട്ട് ഇരിപ്പുണ്ടല്ലോ, നല്ല അടങ്ങിയിരിപ്പുണ്ട്. മടുത്തെന്ന് തോന്നുന്നു. അതിന് നാക്കൊക്കെ നീട്ടേ, എന്നെ നാക്ക് നീട്ടറെന്തിനാ? നാക്കെന്ന് പറഞ്ഞ കണ്ണിവിടെ, വീഡിയോ കണ്ണിവിടെ, കണ്ണ് മൂക്ക് വിടലാച്ചേ പറന്നു പോകും. അവന് ഈ റെയർലി വെള്ളം കാണുമ്പോഴേക്കും അവന് വെള്ളത്തിലേക്ക് ചാടാൻ ഭയങ്കര കൊതിയാണ്. നമ്മളൊന്നും ഇല്ലാതെ നമ്മളൊന്നും എക്സ്പീരിയൻസ് ചെയ്യില്ല. വെള്ളം കാണുമ്പോൾ ഓടിച്ചു പറന്ന്. ഈ കാടിനകത്ത് എന്നാന്ന് ചുമ്മാ നോക്കിട്ട് വരാം. അത് റേറ്റ് ഞാൻ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. ഇതിവിടെ വെച്ചേരാ അപ്പൊ ചക്കി, എന്നിട്ട് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. പക്ഷെ മുഴുത്ത കൊതുകുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആ വവ്വാലല്ലേ ഇതിനകത്താ, ഈ ഫോറസ്റ്റിനകത്താ? കണ്ടായിരുന്നോ? ആണോ? പക്ഷെ ഒരു അധികം ദൂരമില്ല, ഒരു 220 മീറ്ററേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ മിഡിൽ ഇതിൻ്റെ ഇടയിൽ നിന്നാണ് കയറുന്നത്. അങ്ങേ സൈഡിൽ നിന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. നല്ല കൊതുകാണ്, പക്ഷെ സംഭവം ഒരു ഡീപ്പ് ഫോറസ്റ്റിൻ്റെ ലുക്കാട്ടോ. അധികം ദൂരമൊന്നുമില്ല, ഒരു എത്രയാണ്, ഒരു 1/2 കിലോമീറ്ററിനുള്ളിലുള്ള ഫോറസ്റ്റേ ഉള്ളൂ. പക്ഷെ ഉള്ളതെല്ലാം നല്ല പഴകിയ വലിപ്പമുള്ള തടിമരങ്ങൾ ട്രയലിട്ടേക്കുന്നതാണ്. 1 വർഷമായുള്ളൂ ഇത് ഓപ്പണായിട്ട്. പക്ഷെ നല്ല ഫ്രഷ് എയർ, അതായത് നമുക്ക് കാടിനകത്തോടെ നടക്കുമ്പം ആ ഒരു ഇതിൻ്റെ ഒരു ബ്രീത്ത് അല്ലേ, എയറിൻ്റെ ഒരു ക്വാളിറ്റി ശരിക്കും നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. എസ്കുട്ടി കൈ എടുത്തോടാ, ചിലപ്പോൾ ആര് കയറിയാലോ. സൈലൻസിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കൂളായിട്ട് നടന്നു. എസ്കുട്ടിയുടെ ഡേ കെയർ ഇതിനടുത്താട്ടോ, അവിടെ നിന്നൊക്കെ ഇവരെ കൊണ്ടുവരായിരിക്കും ഇതില്. മറ്റേ ഡേ കെയറിന്റെ പുറത്ത് ഇപ്പോഴും വെയിറ്റ് ചെയ്യും. ഓ ഇഷ്ടപ്പെട്ടോ? ചവിട്ടി നോക്കുവാണോ? സൗണ്ട് കേൾക്കണേ, ചവിട്ടി നോക്കുവാണോ എസ്കുട്ടി? ഓ ഡിഫറെന്റ് ടൈപ്പിലുള്ള കിളികളുടെ കൂടിൻ്റെ സൈസ് നമ്പർ ഇട്ട് വെച്ചേക്കണ്. ഓ നമ്പർ 1 ഇതാട്ടോ, ആ കാണുന്ന കൂട്. 2 ഈ കാണുന്നത്. ഏതൊക്കെ ടൈപ്പ് കിളികൾ, ഏതൊക്കെ ടൈപ്പ്, എത്ര വലിപ്പമുള്ള കൂടുകളിലാണ് ജീവിക്കണേന്നുള്ളത്. കണ്ടോ ഈ ലിബി, ഇതെന്നറിയാമോളൂ? ഈ ലിബി, ഈ സെയിം എഴുതിയേക്കണ സംഭവം അത് അതെനിക്കറിയാം. ആണോ? ഈ ലിബിയുടെ പേരെന്നാ? ലിബിയോ? ലിബി എന്ന് പറഞ്ഞ ഇതിന്റെ പേരെന്നാ? കണ്ണു കണ്ടിരുത്ത ആൾക്കാർ തൊട്ട് ഇങ്ങനെ വായിക്കണം. ഇങ്ങനെ സോ ഹാർഡായിരുന്നു അത് പഠിക്കാൻ. കൊതുക് കടിച്ചോ? അമ്മ അങ്ങോട്ട് പോകണ്ട, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഡേക്കർ അവിടെ എത്തും. അവിടെ വരെയാണത്? ആ അങ്ങോട്ട് വരുമോ? ഓ മാള് പോയിട്ടുള്ളത് കൊണ്ട് നമ്മള് അത്ര ദൂരം പോകുന്നില്ല, നമ്മൾ തിരിച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. I am homeless. Welcome to my crib.
വന്ന് ആർക്കും ഒന്നും കിട്ടുന്നില്ല. നമ്മൾ ചുമ്മാ വന്നതാണെങ്കിൽ പോലും അതല്ലേ നമ്മളിങ്ങനെ മണിക്കൂറുകളോളം ഇങ്ങനെ ഇട്ടോണ്ടിരിക്കണം. തൊട്ടപ്പുറത്ത് ഫെവിക്വിക്ക് ഒട്ടിച്ച് വന്നിട്ട് മറ്റേ പരസ്യമില്ലേ, ചെയ്യാൻ പറയരുത്. നമ്മളിങ്ങനെ ഇരിക്കും, വന്ന് ഇടുന്നു, പൊക്കുന്നു, പിടിക്കുന്നു, പോകുന്നു. ആക്ച്വലി മീൻ പിടിക്കാൻ പോകണല്ലോ രാവിലെയൊക്കെ വന്നു. മീൻ പിടിക്കാനല്ല, അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു പോണെന്ന്. പിന്നെ വിചാരിച്ചു എന്തായാലും നല്ല ഫ്രഷ് എയർ ഒക്കെ ഉണ്ട്, കുറച്ചു നേരം നേച്ചറിൽ ഇരിക്കാമല്ലോ, നല്ല വെതർ ഉള്ളപ്പോൾ. കൊച്ചിനും ഇഷ്ടം, എസക്കുട്ടനും ഇഷ്ടം ഇങ്ങനെ വന്നിരിക്കാൻ. ഓക്കെ എന്നത് കുട്ടിയുടെ സ്റ്റെപ്സ് ഞാൻ എന്നോട് ഫോളോ ചെയ്ത് ചില അവിടെ എന്തോ ഉണ്ടെന്ന് കാണിക്കാൻ. അങ്ങോട്ട് ഇങ്ങോട്ട് കല്ലേക്കൂടെ നടക്കുന്നത്. എന്റെ കണ്ണുണ്ടോ അവിടെ? എന്റെ പൊന്നെ, ഈ പീക്കിരി കുഞ്ഞുങ്ങളെ പിടിക്കാനാണ്ടോ നീ എന്നോട്? അങ്ങനെ പിടിക്കാൻ പാടില്ല നമ്മള്. കാലിതയില്ല, ഇതുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? പിരിപിരിപൂന്ന് പറഞ്ഞ കുറച്ച് കുഞ്ഞുങ്ങളെ വേണം അങ്ങനെ നമ്മൾ പിടിക്കാൻ പാടില്ല. അതെന്നാ കുഞ്ഞുങ്ങളായിരിക്കും, അത് എന്തിന്റെ കുഞ്ഞുങ്ങളായിരിക്കും അല്ലേ? ഓർത്ത് നോക്കിയാടാ, ഇതുങ്ങളെ പിടിച്ചോണ്ടേക്കണ എന്റെ അപ്പനും അമ്മയ്ക്ക് എന്നാ സങ്കടമായിരിക്കും. ഇത്രയും കുഞ്ഞു പിള്ളേരെ പിടിച്ചോണ്ട് പോകാൻ മനസ്സുണ്ടോ ചൂണ്ടി? നീ ഓർത്തേക്ക്, നമുക്ക് 4 മക്കളുണ്ടായാലും ഒരാളെ കൊണ്ടേക്ക് നമുക്ക് പപ്പയ്ക്കും മമ്മിക്കും സഹിക്കാൻ പറ്റുമോ? സെയിം അതുപോലെ പാവങ്ങള് അവര് കുഞ്ഞുങ്ങൾ, അവര് കളിച്ച് വളരേണ്ട പ്രായം. മമ്മ ജസ്റ്റ് ഇതുപോലെ മമ്മിക്കൂടെ കുഞ്ഞു കൊച്ചുണ്ട്. ഇത് മീനിനെ തിന്നും. മമ്മ മീനിനെ ഇന്ന് വറുത്തല്ലോ. ആ വറുത്തത് ഉണക്കമീനായിരുന്നു, പാകമായതായിരുന്നു. അതിന് നമുക്ക് അടുത്ത ദിവസം പിടിക്കാൻ ഇതിലിപ്പോ പിടിക്കാൻ പറ്റില്ല. ഇല്ല ഇതിലെന്തായാലും പിടിക്കാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾ എന്തായാലും മമ്മ പിടിക്കില്ല. ഇവിടെ വാ, ആരായിരിക്കും ചെറിയ ക്ഷീണമായി പോയില്ലേ, അമ്മാതിരി ചാട്ടമല്ല ചാടിയത്. നല്ല ഉറക്കമാണ്. കേക്ക് മേടിക്കാൻ പറഞ്ഞപ്പോ പപ്പ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ മേടിച്ചിട്ട് പിള്ളേർക്ക് കൊടുക്കുന്നില്ല. അപ്പൊ കരട് കയറിയതിൻ്റെ അകത്ത്. തക്കാളിക്ക് ഫിൻലൻഡിൽ ഏറ്റവും പൈസ കുറവുള്ള ടൈമാട്ടോ ഇപ്പം. കുറച്ച് തക്കാളിക്കറിയൊക്കെ ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ 4 യൂറോ സംതിങ് ഒക്കെ തക്കാളിയുടെ വില. നമ്മളിപ്പോ സാധനം മേടിക്കാൻ വേണ്ടി ഇഡ്ഡലി കയറിയതാ. ഓൾറെഡി കുറച്ച് മേടിച്ചായിരുന്നു. ഇച്ചിരി ഹോട്ട് ഡോഗിനുള്ള സാധനവും പഴവും ആപ്പിളും എടുത്തിട്ടുണ്ട്. ഹോട്ട് ഡോഗ് ഉണ്ടാക്കാനുള്ള മേടിക്കാൻ കയറിയതാ. ഇത്രയും സാധനങ്ങളോണ്ടാണ് ഇനി ഇറങ്ങുന്നത്. ജസ്റ്റ് ഷോപ്പിൽ വന്ന് സംഭവം ചക്കി മാളു, നിങ്ങൾ കഴിഞ്ഞ ദിവസം കുടിച്ച സാധനമല്ലേ കേൾക്കുന്നുണ്ടോ? നമുക്കത് ഉണ്ടാക്കി വെക്കാം. പപ്പ കുടിച്ചിട്ട് എന്റെ അഭിപ്രായം പറയണേന്ന് നോക്കാം. വേണ്ട സാധനം ഇപ്പൊ നമ്മള് ഒരു 3 ആപ്പിൾ ആട്ട് എടുത്തേക്കുന്നേ. ചക്കി ഒച്ചയിടല്ലേ? ഒരു 3 ആപ്പിൾ എടുത്തു, തൊലി കളഞ്ഞ് കായൊക്കെ കളഞ്ഞ് നമ്മള് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക് ആണ്. അപ്പൊ അത് ഒരു 3 ടേബിൾ സ്പൂൺ നമ്മൾ ചേർക്കും. ഇത് നന്നായിട്ട് അരച്ചെടുക്കും. പക്ഷെ ഞാനുണ്ടല്ലോ, നമ്മുടെ ഇന്നലത്തെ കപ്പ ബിരിയാണി ബാക്കി ഇരിപ്പുണ്ടല്ലോ, അതൊന്ന് ചൂടാക്കിയിട്ട് ചീഞ്ചട്ടിക്കകത്ത് ചൂടാക്കണം, എന്നിട്ട് എടുക്കാം. അപ്പൊ നമുക്കത് കഴിച്ചാലോ? എനിക്ക് കാരണം കൊച്ചിന് തോളത്ത് ഉറങ്ങുവാണ്. നേരത്തെയൊക്കെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് നമുക്ക് ഏഷ്യൻ മാർക്കറ്റിൽ മാത്രമേ കണ്ടൻസ്ഡ് മിൽക്ക് കിട്ടുമെന്നാ. ഇതിപ്പോ നമുക്ക് സിറ്റി മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. ഇതൊരു 3.5-4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല തിക്കായിരിക്കും കേട്ടോ നമ്മളങ്ങനെ കണ്ടൻസ്ഡ് മിൽക്കും ആപ്പിളും ചേർത്തിട്ട് അരയ്ക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് കുറച്ച് ലൂസണപ്പ് ആകാനായിട്ട് നമ്മൾ കുറച്ച് പാലൂടെ ചേർത്ത് കൊടുക്കും. നമുക്ക് പപ്പയ്ക്ക് കൊടുത്തേക്കാം, കാരണം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി എല്ലാവരും കുടിച്ചായിരുന്നു. പപ്പ കുടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയുന്നത് പോകാം അല്ലേ? കൂടി ഓർക്കണം നമ്മളിത് കഴിച്ചതാ. ഇത് പൊളി സാധനമാണല്ലോ, അടിപൊളിയല്ലേ? ഇത് മറ്റേ നമുക്ക് ഇത് ഒത്തിരി കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണോ? എണ്ണക്കിട്ടേക്ക് മറ്റേ ക്രീമൊക്കെ ആണല്ലോ അല്ലേ? കണ്ടൻസ്ഡ് മിൽക്കും ആപ്പിളും മാത്രം, പിന്നെ ലൂസ് ആക്കാൻ വേണ്ടി കുറച്ച് പാല്. ഇത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുമല്ലോ. പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. എസ്കുട്ടി കഴിച്ചായിരുന്നോ? എസ്കുട്ടി കുറെ കുടിച്ചായിരുന്നു. അവനുണ്ടല്ലോ, അവനില്ല, എടുത്ത് വെക്കണം, ഒരു ഗ്ലാസ് എടുത്ത് വെക്കാം. കുടിച്ചു നോക്കിയാൽ പാട്. നമ്മൾ കഴിഞ്ഞ ദിവസം കുടിച്ച അതേ സെയിം ടേസ്റ്റ് ആണോ നോക്കിയേ? പീച്ച് കളറാ, കളർ ഇച്ചിരി പീച്ച് കളറായല്ലേ? ഇതിന് കൂടുതൽ ആപ്പിളിന്റെ ടേസ്റ്റ് ഉണ്ട്.
മറ്റേ ആദ്യത്തെ കഴിച്ചത് കുറച്ചുകൂടെ ബനാന ഉണ്ടായിരുന്നു. ബനാന പക്ഷെ അത് ചേർത്തായിരുന്നു. ഇതിന് ശരിക്കും ആപ്പിളിന്റെ ടേസ്റ്റ് ഉണ്ട്. അല്ലാടാ ക്രീമിയാ. സമ്മറില് അടിപൊളിയായിട്ടോ, നല്ലൊരു സമ്മർ ഡ്രിങ്ക് ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന സാധനം. എനിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഇഷ്ടം പോലെ കാണുമല്ലോ ഓരോരോ റെസിപ്പീസൊക്കെ, പക്ഷെ എനിക്ക് ട്രൈ ചെയ്തിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇവിടെ ഇഷ്ടപ്പെട്ടത്, യസക്കുട്ടിന് വരെ ഇഷ്ടപ്പെട്ടൊരു സംഭവം അത്. ജോൺകുട്ടി എവിടെ വെച്ചേക്കുന്നേ? ജോൺകുട്ടി എവിടെ വെച്ചേക്കുന്നേ? എനിക്ക് തന്നില്ല. നീ എപ്പോ ആദ്യം കുടിച്ചോണ്ടിരുന്ന ഗ്ലാസ് എന്തേ? അതല്ലേ മമ്മക്ക് തന്നു. മമ്മ കുടിച്ചു. പോയി നോക്കി നീ വെച്ചോ. എന്റെ കയ്യിലില്ല. എനിക്ക് ആദ്യത്തെ ഇഷ്ടം. നിനക്ക് ടേസ്റ്റ് ആപ്പിളിന്റെ ആയതല്ലേ? എനിക്കല്ലേ പറയാം, സാൻഡ് പേപ്പറിന്റെ ഒരു ടൈപ്പ് ഇതില്ലേ, പക്ഷെ ആപ്പിളിന്റെ ടെക്സ്ചർ ഉണ്ട്. വേണ്ടോ? കുടിച്ചോ? ഫുള്ള് കുടിച്ചോ? കൊച്ചും കുടിച്ചോ? ജോണിക്കുട്ടി ഇതാണോ നീ എടുത്ത് വെച്ച ഗ്ലാസ്? അവിടെ വെച്ചാൽ മതിയോ? ഒന്ന് കുടിച്ചേ, കാണട്ടെ അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, സെയിം ടേസ്റ്റ് ആണ്. കുടിച്ചു നോക്കി. The doors in the bus go open and shut. ക്യാമറ പുള്ളിക്ക് Up and down. ക്ലംസി ആയോ? Up, down, up. Swish, the windshield on the bus go swish, swish, swish. All through the town. The doors on the bus go open and shut, open and shut, open and shut. The doors on the bus go open and shut. All through the town. The people on the bus go up and down, up and down, up and down. The people on the bus go up and down, all through the town. Umma taro. ബ്ലാ ബ്ലാ ഒരു ഉമ്മ കൊടുക്കോ? Umma taro. ചേച്ചിക്ക് കീത്തോസ് താങ്ക് യു പറഞ്ഞൊരു ഉമ്മ കൊടുക്ക. Baba black sheep, have you any wool? Yes sir, yes. 3 bags full. അത് മമ്മ ക്ലീൻ ചെയ്തതാ. എന്നാ എന്നാ അമ്മ ചെയ്ത് അവനും ചെയ്യണം. ഓക്കെ, നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ഇതിൻ്റെ ടോപ്പ് ഒന്ന് കട്ട് ചെയ്തു, പിന്നെ ഏറിയായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടു, പിന്നെ നല്ലതായിട്ട് താഴെ കൊണ്ട് ഡ്രെയിൻ വാട്ടർ പോകുന്നോടം വരെ വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് വെളിച്ചം കൂടുതൽ കിട്ടുന്ന വിൻഡോ സൈഡിൽ വെച്ചു. സമ്മറിൽ നമ്മൾ ഗ്രോ ലൈറ്റ് വെക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഓട്ടം തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും നമ്മളൊരു ഗ്രോ ലൈറ്റ് വെച്ച് കൊടുക്കാമെന്നാണ് പ്ലാൻ ചെയ്യണേ. അപ്പോഴേക്കും ഇത് ജീവനോടെ ഉണ്ടെങ്കിൽ കടുക് പൊട്ടിച്ച് സെറ്റപ്പ് ആക്കി എടുത്തല്ലേ. കടുക് പൊട്ടിച്ച് കുറച്ച് പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സവാള ഇടണോ? ഇന്നലത്തെ സവാള ഇരിപ്പുണ്ട്. വേണ്ട, അതൊന്നുമില്ല, പെട്ടെന്ന് കിടക്കണം അല്ലേ? എന്നാ ഞാൻ പോയി കിടന്നോട്ടെ. ആദ്യമേ കിടത്തണം. കുട്ടി അവൻ നേരെ വെച്ചത് ബെല്ലം. ഇത് ബേസിലെടുത്തിട്ട് ചെക്ക് വെക്കേഷൻ സ്നാക്ക് ഹോട്ട് ഡോഗ് വേണമെന്നായിരുന്നു. നമ്മൾ മേടിച്ച സംഭവങ്ങളൊക്കെ കൂട്ടി ഹോട്ട് ഡോഗ് ഉണ്ടാക്കി. ബണ്ണ് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ബണ്ണിനകത്ത് നമ്മൾ മേടിച്ച ഈ മയണൈസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തത് ചില്ലി ലൈമിന്റെ ഫ്ലേവറിലുള്ള മയണൈസ്. എന്നിട്ട് അതിൻ്റെ അകത്ത് സോസേജ് നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട് അത് വെച്ചു. എന്നിട്ട് സോസേജിന്റെ മേളിൽ നമ്മൾ ഈ പിക്കിളാട്ടോ ഇട്ടത്. എന്നിട്ട് ഫ്രൈഡ് ഒണിയൻ മേടിക്കാൻ കിട്ടും, അപ്പോൾ അത് അതിൻ്റെ മേളിൽ ഡ്രിസിൽ ചെയ്ത്. കെച്ചപ്പ് ഉണ്ടെങ്കിൽ കെച്ചപ്പ് ഇടാം, പക്ഷെ കെച്ചപ്പ് നമ്മൾ ഇട്ടില്ല. അതാണ് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എസക്കുട്ടിക്ക് പാസ്ത കൊടുത്തിട്ട് വേണ്ട, ഇവരുടെ കയ്യിൽ നിന്ന് കണ്ട് അവനും അത് വേണം. അവസാനം സോസേജ് പിടിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാം കുളിപ്പിച്ച് നമ്മൾ നേരെ കുരിശരച്ച് കയറി കിടന്ന് ഉറങ്ങാൻ പോകട്ടോ. ഓൾറെഡി കുറച്ച് ലേറ്റായി. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ടാറ്റാ ടാറ്റാ ടാറ്റാ.